മാറിയുന്നിതിലേ തോരാമഴയേ നീയാകെ കനവിലായി നീലവാനം പോലെ ചിരികളുമായി വരികളിൽ തീരാക്കഥയും അകലെ നീ അവിടെ മൗനമേ നനയാതെ നീ കരയാതെ നന്ദുവാ അവനാ ഞങ്ങൾ ഉപദ്രവിച്ച്. എന്തിന്? എന്താ എൻ്റെ കാരണം? അത് നന്ദുവിന് ആക്ച്വലി ഞാൻ സസ്പെൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. അത് നന്ദു ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം. മേ ബി ഇത് അവൻ്റെ റിവെഞ്ച് ആവാം. എല്ലാത്തിനൊരു കാരണം ഉണ്ടാവും, അത് ശരിയാ. പക്ഷെ നിങ്ങൾ ഈ തലയമാലും ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് പ്രൂവ് എനിത്തിങ്. സോ സോറി സാർ. ടെറാബൈറ്റിലെ ഒരു പ്രോജക്റ്റിൻ്റെ ബിഡിങ് പീരീഡാണ് അടുത്ത വർഷം. ഈ കമ്പനിയുടെ മെയിൻ പ്രോജക്റ്റാണ്. അതിൻ്റെ ബിഡിങ് വാല്യൂ നന്ദു വേറൊരു കമ്പനിക്ക് ചോർത്തി കൊടുത്തു. അത് ഞാൻ ഇന്നലെ അറിഞ്ഞത്. അവനെ കൂടെ കൂട്ടിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്കത് അറിയാവുന്നുള്ളത് ഈ നന്ദുവിന് എങ്ങനെ മനസ്സിലായത്? ഞാനും ജോണും ജോൺ കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറാണ്. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത് നന്ദു അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണോ എന്നല്ല, അവൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാ. ഇവനിവിടെ വേണ്ട. മെല്ലി, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കണ്ട. ലെറ്റ്സ് ചെക്ക് ഫോർ വാട്ട് റിയലി ഹാപ്പൻഡ്. ഇത് കൂടുതൽ ഇനി എന്ത് നോക്കാനെന്നാ? ഇത്രയും നാളത്തെ കഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓക്കെ. ഹലോ. യെസ് യെസ്. മിലി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വീണേ, ഒന്ന് എൻ്റെ കൂടെ വരാവോ? എന്തേ? എന്തു പറ്റി? ഞാനൊക്കെ പോയിരിക്കുക. നീ ഒന്ന് കൂടെ വാ. എന്താ കാര്യമൊന്ന് പറയേ? ഞങ്ങൾ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ നന്ദു അവനവിടെ ഉണ്ടായിരുന്നു. മാഡം, എനിക്കൊന്ന് സംസാരിക്കണം. ഗെറ്റ് ലോസ്റ്റ്. മാഡം, നിനക്കെത്ര ധൈര്യം ഉണ്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ? നീ കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഞാൻ പറയണമെന്ന് കേൾക്കണം മാഡം. മാഡം പോലെ മാഡം. മാഡം വേണ്ട.
എന്തിന്റെ പേരിലാണെങ്കിൽ അവൻ ചെയ്തത് ചേറ്റ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ കള്ളനാന്ന്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ലോണ്ടറിയാ മേടിച്ചു വെച്ചേക്കേ. ആ ശരി. വീണ വീണ ഓ നിരക്കുണ്ട്. എല്ലാം കൂടെ തല്ലിപ്പൊളിച്ചിടോ എന്റെ കുമാരൻ ആശാനെ. ഇങ്ങനെ വീണ്ടും പിരികളവി. സാറേ, നന്ദുവിനോട്ട് റെയ്ഡ് കഴിഞ്ഞു. അവിടെ തന്നെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അതെൻ്റെയാണ്. ഇന്നലെ രാത്രി മുതലേ അത് കാണാനില്ലായിരുന്നു. നിങ്ങൾ എങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട്? എങ്ങനെയൊക്കെയോ ഞാൻ കയ്യിൽ കെട്ടഴിക്കാൻ നോക്കി. അഴിച്ച ഉടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് പലതവണ ഞാൻ ഫോണിൽ വിളിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയിരുന്നില്ല. അപ്പം നിങ്ങളെ പിടിച്ചോണ്ട് പോയത് നന്ദുവാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല? അല്ല, കണ്ടിട്ടില്ല. പക്ഷെ നന്ദുവാണ്, എനിക്ക് ഉറപ്പാണ്. എനിക്കവൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ വീണേ? കണ്ണിലെ കെട്ടഴിച്ച് നോക്കിയപ്പോൾ അവളെ ഞാൻ ആക്ച്വലി കണ്ടില്ല. പിന്നെ കൂടുതൽ നേരം ഞാൻ അവിടെ നിന്നില്ല. അവളവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ഓക്കെ മേഡം, നിങ്ങൾ വീട്ടിലേക്ക് പോകണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. ബിന്ദു, സാറേ ഞാൻ വിളിച്ചായിരുന്നേ. പിന്നെ ഇവർ ഈ പറയുന്ന വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതല്ല, എവിഡൻസ് ആണെന്ന് പറയാം. പിന്നെ അയാളെ ഒന്ന് വിളിപ്പിക്കും. ശരി സാർ, നോക്കാം. ആ ആരാണ് സാറേ? സൂരജ്. അവൻ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. അത് ശരിയാ സാറേ. നന്ദുവിനെ ഒന്നുകൂടെ കുടയണം. കുറച്ച് മിസ്സിംഗ് ഉണ്ട്. ബാല, ഇവർ പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? അവരെ ഈ സ്ഥലം അറിഞ്ഞൂടാന്ന് പറയുന്നതല്ലേ? മറ്റേ അവരെ കെട്ടിയിട്ടെന്ന് പറയുന്നത് പഴയ ബിൽഡിംഗ്. അത് ശരിയാണ് സാർ. എന്തായാലും അവർ പറഞ്ഞ ആശുപത്രിയിൽ പോയി ഞാൻ നോക്കി. പിന്നെ ആ ചുറ്റുപാട് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റൂല. കൺവിൻസ് ആണ് സാർ. അത് സാർ, പിന്നെ സൈബറിൽ നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? ഒന്ന് ഫോർവേഡ് ചെയ്യണേ. ആ സാർ, ഓക്കെ സാർ, ശരി. സാറേ, ആ, കിട്ടി. കണക്ഷൻ ഉണ്ട്. ആ, അവനെ വേഗം വിളിപ്പിക്കും. ആളെത്തിയിട്ടുണ്ട്. ഇതാ വരുന്നു. ശരി സാർ. ഹലോ. ശരി ശരി, ഞാൻ വിളിക്കാം.
സാർ സാർ ഞാൻ നന്ദു അല്ലെങ്കിൽ ഒരു ബന്ധമില്ല സാർ, ഞാൻ പറഞ്ഞല്ലേ. അതിന് നമ്മൾ ആരും ഒന്നും ചോദിച്ചിട്ടില്ല സൂരജ്. ചോദിച്ചോ? പിന്നെ എന്തിനാ സാർ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ? നീ ആ ഫോൺ ഒന്ന് ടേബിളിൽ വെച്ചേ. എന്തിനാ സാറേ? എടുത്തു വേടാ ഫോൺ. അവൻ്റെ ഒരു ചോദ്യം. സൂരജ്, നിനക്ക് ജോണുമായിട്ട് എന്താ ഇടപാട്? അതൊന്നുമില്ല സാർ, വല്ലപ്പോഴും ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും എന്ന് പറഞ്ഞ അങ്ങനെ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ. അങ്ങനെ എപ്പോഴൊക്കെയൊന്നുമല്ല, അതെ സാർ. സാർ ആകെ ഒരു ഒറ്റ തവണ, അതും ഇന്നലെ രാത്രി 3 ലക്ഷം രൂപ. സാർ അതെന്തിനായിരുന്നു? 3.5. അതാ ഞാൻ പറഞ്ഞേ, ഇടയ്ക്ക് ഇങ്ങനെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, വേറെ ഒന്നുമില്ല സാർ. നിനക്കൊരു കാര്യം അറിയാമോ സൂരജ്? നീ ജോണിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിലുണ്ട്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലൊന്നും എല്ലാം മാഞ്ഞു പോവില്ല കേട്ടോ. നീയും ജോണും കൂടെ വീണ എന്താ ചെയ്തത്? സാറേ, വീണയുടെ ബോഡി കിട്ടി സാറേ.